ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഉന്നക്കായ വളരെ സിമ്പിളായി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഉന്നക്കായ തയ്യാറാക്കിയെടുക്കാം. എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം ഇതുപോലെ ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നാരൊന്നും മാറ്റാതെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നാര് വേണമെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്. കട്ട് ചെയ്ത ഏത്തപ്പഴം ഞാനൊരു ഇഡലിത്തട്ടിൽ വെച്ച് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ആവി കയറ്റിയ പഴത്തിനെ ഇതുപോലെ ഒരു ചെറിയ കരണ്ടി കൊണ്ട് ഇതുപോലെ അമർത്തി ഒന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇതിലോട്ട് ഞാൻ 2-3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്താണ് ഇതിനെ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. അധികം പഴുക്കാത്ത പഴമാണെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കുന്ന രീതിയിൽ കോൺഫ്ലവർ ചേർക്കാതെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കോൺഫ്ലവറിന് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയോ മൈദപ്പൊടിയോ ഏതായാലും കുഴപ്പമില്ല, 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കാം. ഞാനൊരു പാനിലോട്ട് 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് ചേർക്കാവുന്നതാണ്. ഞാൻ ഇത് രണ്ടും കുറച്ച് വീതം ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിയെടുത്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ തേങ്ങ ഒന്ന് ചുമന്ന കളറാകുന്നത് വരെ ഒന്ന് മൂത്ത് വരിക. ഈ സമയത്തിന് നമുക്ക് മധുരത്തിന് ആവശ്യമായ, ഞാനിവിടെ മധുരത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ശർക്കര ഉണ്ടെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ആയാലും മതിയാകും. ഏത് ഫ്ലേവറാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയം ഇതിലോട്ട് ഇട്ടിരിക്കരുത്. ഇനി നമുക്കിത് ഇത്രയും മതിയാകും. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ്. ശർക്കര ഞാൻ ഉരുക്കിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഫില്ലിംഗ് നല്ലതുപോലെ തണുക്കാൻ മാറ്റി വയ്ക്കുക. ഉന്നക്കായ തയ്യാറാക്കി തുടങ്ങാം. ആദ്യം നമ്മൾ പഴത്തിൻ്റെ മിക്സിൽ നിന്ന് കുറച്ച് വീതം കയ്യിലെടുക്കുക. കയ്യിൽ കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തേച്ചിരിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. ഇതുപോലെ എടുത്ത് ഈ മിക്സിനെ കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് 1-2 ടേബിൾ സ്പൂൺ വെച്ച് ഇതൊന്ന് നമുക്ക് മടക്കി ഏത് ഷേപ്പിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ ഫില്ലിങ് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം വെച്ചിട്ട് ഒന്ന് മടക്കിയെടുക്കുക. ഞാൻ ഇതുപോലത്തെ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമുക്കിതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കുക. പാൻ ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒഴിക്കാവുന്നതാണ്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതുപോലെ ഉന്നക്കായ ഇട്ട് ഒന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒന്ന് പഴമായതുകൊണ്ട് വേഗം തന്നെ തയ്യാറായി കിട്ടുന്നതാണ്. ഇത് നല്ല പഴുത്ത പഴമായതുകൊണ്ടാണ് നമ്മളിതിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒന്നിൻ്റെ ആവശ്യമില്ല, പഴം മാത്രം മതിയാകും. പിന്നെ അധികം പഴുക്കാത്ത പഴം നമ്മുടെ വിചാരിക്കുന്ന ഷേപ്പിൽ വരും, പക്ഷേ ചെറിയ പുളിപ്പ് കാണും. നമ്മൾ ഉന്നക്കായ തയ്യാറാക്കി എടുക്കുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഉന്നക്കായ നല്ല രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിൻ്റെ ഫില്ലിങ് ശർക്കര ചേർന്നതാണ്. ഞാനൊന്ന് കട്ടിങ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ പഴുത്ത പഴത്തിൽ ഈ ശർക്കര ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായി തയ്യാറാക്കിയ ഈ ഉന്നക്കായയുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.